ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 സ്റ്റിച്ചസിനെ കുറിച്ച് പഠിച്ചു. റണ്ണിങ് സ്റ്റിച്ച്, ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, അങ്ങനെ 4 എണ്ണമാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4 സ്റ്റിച്ചസാണ്. 1 ചെയിൻ സ്റ്റിച്ച്, 2 മാജിക് ചെയിന്, വിപ്ഡ് ചെയിന്, വിപ്ഡ് ബാക്ക്, അങ്ങനെ 4 സ്റ്റിച്ചസാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുക്കണം. നൂല് കോർത്തതിന് ശേഷം ഇതുപോലെ തുണിയുടെ അടിഭാഗത്ത് നിന്നും മുകളിലേക്ക് സൂചി കുത്തിയെടുക്കുക. സൂചി കുത്തിയെടുത്ത ആ പോയിന്റിൽ നിന്നും നമ്മൾ ഇതുപോലെ സൂചി അടിയിലേക്കായി ഇറക്കി കുറച്ച് മാറി ഇതുപോലെ കുത്തി വെച്ചതിന് ശേഷം നൂല് അതിന് മുകളിലൂടെ ഇട്ട് വലിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ലൈൻ ഫുള്ളായും നമുക്ക് ചെയ്തെടുക്കണം. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ ഈ ഒരു ലൈൻ ഫുള്ളായും ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് മാജിക് ചെയിനാണ്. ഇതിനായി നമ്മൾ 2 കളറിലുള്ള നൂല് സൂചിയിൽ കോർത്തെടുക്കണം. ഇങ്ങനെ സൂചിയിൽ കോർത്തതിന് ശേഷം അടിയിൽ കെട്ടിട്ട് ഇതുപോലെ തുണിയുടെ അടിഭാഗത്ത് നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇങ്ങനെ കുത്തിയെടുത്ത ഭാഗത്ത് നിന്ന് ഇതുപോലെ സൂചി അടിയിലേക്ക് ഇറക്കി ഇതുപോലെ കോർത്തതിന് ശേഷം കോർത്ത നൂലിൽ 2 നൂലുകളിൽ ഒരു നൂലെടുത്ത് ഇതുപോലെ സൂചിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ വലിച്ചെടുക്കുക. ഇതുപോലെ വീണ്ടും നമ്മൾ അടുത്ത കളർ നൂല് സൂചിയുടെ മുകളിലേക്കായി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതുപോലെ സൂചി വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ ലൈന് ഫുള്ളായും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് വിപ്ഡ് ചെയിനാണ്. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ബേസായിട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ നൂല് കുത്തി മുകളിലേക്ക് എടുത്ത് ഇതുപോലെ സൂചി അടിയിലേക്ക് ഇറക്കി കോർത്തതിന് ശേഷം നൂല് അതിൻ്റെ മുകളിലിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. അങ്ങനെ ഈ ലൈന് ഫുള്ളായി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ബേസായി കൊടുക്കണം. അപ്പോൾ ലൈന് ഫുള്ളായും ചെയിൻ സ്റ്റിച്ചിൻ്റെ ബേസ് ചെയ്തു കഴിഞ്ഞു. ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തതിന് ശേഷം വേറൊരു കളർ നൂല് സൂചിയിൽ കോർത്തെടുത്ത് ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലായി കുത്തിയെടുക്കുക. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിൻ്റെ താഴേക്ക് ഇതുപോലെ കുത്തിയിറക്കുക. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ താഴേക്ക് നൂല് കടത്തിയെടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ലൈന് ഫുള്ളായും ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ
ഫുള്ളായും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിപ്പഡ് ബാക്ക് സ്റ്റിച്ചാണ്. ഇതിനായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ബേസായി കൊടുക്കണം. അങ്ങനെ ബേസായി കൊടുത്തതിന് ശേഷം വേറൊരു കളർ നൂലെടുത്ത് സൂചിയിൽ കോർത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിൻ്റെ മുകൾ ഭാഗത്തായി കുത്തിയെടുക്കുക. അതിന് ശേഷം ആ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ താഴേക്ക് സൂചി ഇതുപോലെ ഇറക്കിയെടുക്കുക. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെയും ഇങ്ങനെ ഇറക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ലൈൻ ഫുള്ളായും ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ അങ്ങനെ ഫുള്ളായും ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.